Hi Malayalis, welcome back to Guru Kiki's Entertainment Vlog. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. സ്വാഗതം. പറ. പിന്നെ ഇത്ര ശക്തിയിൽ എന്തിനാണ് പുതിയ സ്വാഗതം? അപ്പോ ഗൈസ് നമ്മൾ ഇന്ന് പുതിയ ചാലഞ്ച് ചിന്തിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്താ ചാലഞ്ച് അറിയോ? ദയവട്ട എന്തെങ്കിലും ഒരു സെന്റൻസ് തുടങ്ങും, അത് ഞാൻ ഉണ്ടാക്കണം. ഞാൻ ഒരു സെന്റൻസ് പറയും, അത് ദയവട്ട ഉണ്ടാക്കണം. അതാ സെക്കൻഡിൽ ഉണ്ടാക്കണം. അതെ. എന്ത് കിട്ടൂട്ടി അങ്ങനെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി ഞാൻ പറയണം, അങ്ങനെ അത് സംഭവിച്ചു ഞാൻ പറയണം. സെന്റൻസ് ആ ഒരു സെന്റൻസ് നമ്മൾ അത് ചെയ്യണം. മീനിങ് ഫുൾ സെന്റൻസ് ഫോം ആവണം. പക്ഷെ അപ്പൊ തന്നെ വേഗം കംപ്ലീറ്റ് ആക്കണം, ചിന്തിക്കണം, അപ്പൊ തന്നെ ഉണ്ടാക്കണം. അപ്പൊ എനിക്ക് മലയാളം അത്ര അറിയില്ല, ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോ 5 പോയിന്റ് ആണ് ഒരാൾക്ക് കിട്ടേണ്ടത്. ആ 5 പോയിന്റ് കിട്ടിയില്ലെങ്കിൽ, ഇപ്പൊ കീർത്തിക്കാണ് 5 പോയിന്റ് കിട്ടുന്നെങ്കിൽ ഞാൻ തോറ്റു. ആദ്യം കീർത്തിക്ക് 5 പോയിന്റ് ഇട്ട് ഞാൻ തോറ്റു. അത് ഞാൻ തോൽക്കുകയാണെങ്കിൽ ജയിക്കുന്ന ആള് തോൽക്കുന്ന ആളുടെ മുഖത്തടിക്കും. ഇത് സ്ക്രിപ്റ്റിലെ ഉണ്ടായിട്ടില്ല ഗൈസ്. ആരോ റെഡി? ഞാൻ ശക്തിയിൽ അടിക്കും. അതാണ് ഇത് കളിയുടെ ഒരു ഇത്. ദയവായിട്ട് എന്നെ ശക്തിയിൽ അടിക്കണം. എങ്ങനെ അടിക്കും? ഇങ്ങനെ ഉമ്മാല കൊടുക്കാൻ പാടില്ല. ചാലഞ്ച് ഇപ്പൊ എന്തിനടിക്കുന്നത്? പറ്റെങ്കിൽ തോപ്പിച്ച് കാണിക്ക്. ഞാൻ തോപ്പിച്ചിട്ട് ഞാൻ അടിക്കും. ഞാൻ തോപ്പിക്കും, എനിക്ക് കോൺഫിഡൻസ് ഞാൻ തോപ്പിച്ചിട്ട് അടിക്കും. അതാണ് എന്റെ പവർ. തോൽപ്പിക്കാൻ നോക്ക് പെണ്ണാണെങ്കിൽ. ഞാൻ പെണ്ണാണ്, ഞാൻ തോൽപ്പിക്കും. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അത് കാണിക്ക്. ബിലീവ് ഇൻ മൈ സെൽഫ്. തുടങ്ങാം. അപ്പോ നമുക്ക് നമ്മുടെ എപ്പോഴത്തെ പോലെ സ്റ്റോൺ പേപ്പർ കുട്ടികൾ കളി, പട്ടിഷോ. സ്റ്റോൺ പേപ്പർ സീസർ. ഓക്കെ, ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട്. ഞാൻ അവിടെ പോയിട്ട് അപ്പിട്ടു. അവിടെ പോയിട്ട് ആരെങ്കിലും അപ്പിടുമോ? ഇത് ഒരു സെന്റൻസ് ആയില്ല. സെന്റൻസ് ആയി. ഇപ്പൊ ഞാൻ ബാത്റൂം പോയിട്ടാണെന്ന് പറഞ്ഞാൽ ഓക്കെ. ഇല്ല, ഞാൻ അവിടെ പോയി അപ്പിട്ടു. അത് എവിടെയെങ്കിലും സാരമില്ല. ഓക്കെ, ഞാൻ അവിടെ പോയി കളിച്ചിട്ടു തിരിച്ചു വന്നു. കഴിച്ചിട്ട് തിരിച്ചു വന്നു. ഓക്കെ, സെക്കൻഡിൽ പറയണം. ഞാനിപ്പോ കുറച്ച് ഗ്യാപ്പ് കിട്ടും. ഓക്കെ, അവര് പറയുന്ന ആ സെക്കൻഡിൽ തന്നെ, ഫ്ലോയിൽ തന്നെ പോകണം. മനസ്സിലായില്ലേ? ഒരു സെക്കൻഡ്, ഹാഫ് സെക്കൻഡിൽ അത് പറഞ്ഞിട്ടാവണം. ഞാൻ എന്തിനാണ് ഇന്നിവിടെ? പോയി എന്താ? അതൊന്നും പറഞ്ഞിട്ട് തരില്ല. ഒരു മാർക്ക്. ഞാൻ എന്തിനു സംസാരിച്ചു? അതൊരു സെന്റൻസ് ആയി. ഇല്ല, ഞാൻ എന്തിനു സംസാരിച്ചു എനിക്ക് തന്നെ അറിയില്ല. അയ്യേ, അങ്ങനെ പറയാൻ പാടില്ല. സെന്റൻസ് ഒരു ഹാഫ് ഉണ്ടാവണം. ഞാൻ എന്തിനു സംസാരിച്ചു, അതൊരു സെന്റൻസ് ആയി. ഞാൻ എന്തിനാണ് ഇവിടെ വന്നു? ഇതൊരു സെന്റൻസ് അല്ല. ഞാൻ എന്തിനു ഇവിടെ വന്നു? ഞാൻ എന്തിനു ഇവിടെ ഇരിക്കുന്നുണ്ട്? അങ്ങനെ പറയാം. ഓക്കെ അല്ലേ? അങ്ങനെ ഇപ്പൊ ഒരാള് ക്യൂടെക്സ് ഇട്ട്, അതാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അതിപ്പോ നിങ്ങളെല്ലാരും കാണണം. ക്യൂടെക്സ് ഇട്ടത് കുറച്ചും ഇട്ടതേ ഉള്ളൂ. ഓക്കെ, എല്ലാരും കണ്ടു. ഇതാ, ഇനി ഇങ്ങനെ ആക്കണ്ട കേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയാണോ പറയാൻ? അല്ലാണ്ട് ഞാൻ അവിടെ പോയി, അതൊരു സെന്റൻസേ അല്ല. ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ വാവയ്ക്ക് ഇങ്ങനെ ഞാൻ അവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി ഫുഡ് കഴിച്ചു, അത്രയും വരണം. അല്ലാണ്ട് ഞാൻ അവിടെ പോയി, ഇവിടെ വന്നു, സ്മാർട്ട് ആൻസർ അല്ല നമുക്ക് വേണ്ടേ. നമുക്കൊരു സെന്റൻസ് ഫുള്ള് വേണം. അല്ലാണ്ട് ഞാൻ അവിടെ പോയി, അത് സെന്റൻസ് അല്ല. അടുത്ത, ഞാൻ കാസർഗോഡ് പോയി ഫുഡ് കഴിച്ചിട്ട് വന്നു. അത്ര സെന്റൻസ് ആയിട്ട് പറയണോ? അല്ലാണ്ട് ഇത് വന്നു ഇന്നു അപ്പി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നന്നായിട്ട് കളിക്ക്, ഞാനായിരിക്കും ജയിക്കുന്ന ഇതില് ഉറപ്പാ. പിന്നെ എന്തിനേ ബാബക്ക് ഇംഗ്ലീഷ് അറിയും, മലയാളം അറിയും, എനിക്ക് അത്ര അറിയില്ല. എനിക്ക് എത്ര അറിയോ അതിൽ അഡ്ജസ്റ്റ് ആക്കുന്നുണ്ട് ഞാൻ.
മലയാളം അറിയാത്തൊന്നുമില്ല. യു ആർ നോട്ട് ഗെറ്റിംഗ് ദ സെന്റൻസ്. അതാണ് അറിയാത്തല്ലേ എനിക്ക് കിട്ടാത്ത, സെന്റൻസ് അറിയാത്തല്ലേ എനിക്ക് കിട്ടാത്ത. ബുദ്ധി ബുദ്ധി ഭാവേ ബുദ്ധി. സെന്റൻസ് ഉണ്ടാക്കണം, അല്ലാണ്ട് വന്നു നിന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ആ ഷോപ്പിക്ക് പോയി, സാധനം വാങ്ങിട്ട് വന്നു. ഓക്കെ. ഇപ്പൊ ദേവേട്ട, ഞാൻ കാസർഗോഡ് കടലിൽ പോയിട്ട് കുളിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഉറങ്ങി. ഓക്കെ ഓക്കെ, ഈസി ആയിട്ടാ പറഞ്ഞത്. ഇത് ശരിയല്ല. ഞാനും അതന്നെ ഉപയോഗിക്കും. ഉപയോഗിച്ചോ? ഞാൻ ഉറങ്ങിട്ട് പിന്നെ വന്നിട്ട് തിന്നു. വന്നിട്ട് എവിടെ തിന്നു? മീനിങ് ഫുൾ ഇല്ല. വന്നിട്ട് തിന്നു. എന്താ തിന്നു? ഉറങ്ങിട്ട് പിന്നെ പോയി കുളിച്ചു. അങ്ങനെ പറയാം, മീനിങ് ഫുൾ ആയിട്ട് പറയാം. വന്നിട്ട് തിന്നു. ഇത് റാങ് 2 പോയിന്റ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ പോയിട്ട് കുളിച്ചിട്ടില്ല, പിന്നെ താഴെ പോയി. കുളിക്കാൻ പോയിട്ട് കുളിച്ചിട്ടില്ല, പിന്നെ താഴെ പോയി. കുളിക്കാൻ പോയിട്ട് ആരും കുളിക്കാണ്ടിരിക്കോ? ഇത് മീനിങ് ഫുൾ ആണോ? കുളിക്കായി പോയി, യു ടോൾ. കുളിക്കാൻ പോയി, പക്ഷെ കുളിച്ചിട്ടില്ല, താഴെ പോയി. വെറുതെ ആണില്ല. കുളിക്കാൻ പോയിട്ട് കുളിച്ചിട്ട് താഴെ പോയത്. എന്റെ ചേച്ചി വന്നു, തിന്നിട്ട് പോയി. എന്റെ ചേച്ചി വന്നു താമസിക്കാൻ, പിന്നെ പോയി. സംതിങ് ഇതില്ല 3 പോയിന്റ്. ഇപ്പൊ ദേവേട്ടാ ടഫ് കൊടുക്കാം. പക്ഷെ വാവ മീനിങ്ഫുൾ ആയിട്ട് പറയണം. കുളിക്കാൻ പോയിട്ട് കുളിക്കാൻ വേണ്ടി വന്നത് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. നിങ്ങൾ പറ മലയാളീസ്. അവർ അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് രാവിലെ എഴുന്നേക്കാൻ മടിയായിട്ട് പിന്നെ ഉറങ്ങി. പിന്നെ ഉറങ്ങും ആരെങ്കിലും? പിന്നെ ഉറങ്ങി. എന്റെ അച്ഛൻ എനിക്ക് ഭയങ്കര ചീത്ത പറഞ്ഞു, എന്നിട്ട് ഞാൻ കരഞ്ഞു. അതാണ് മീനിങ്ഫുൾ. അല്ലാതെ കുളിക്കാൻ പോയിട്ട് കുളിക്കാണ്ട് വന്നതല്ല. ഒരു ടൈം മീനിങ്ഫുൾ ആയിട്ട് പറഞ്ഞതാ. കുളിക്കാൻ പോയിട്ട് കുളിക്കാണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ല. കുളിക്കാൻ പോയിട്ട് കുളിക്കാൻ വന്നിട്ടില്ല, വന്നിട്ടില്ല. എന്റെ വീട്ടിലെ പട്ടി രാവിലെ തന്നെ കരയുന്നു. പിന്നെ ഞാൻ പാൽ കൊടുത്തു, അത് ഉറങ്ങി. ഓക്കെ ഓക്കെ, അത് മീനിങ്ഫുൾ ആയി. പിന്നെ ഞാൻ പാൽ കൊടുത്തു, അത് ഉറങ്ങി. ഓക്കെ. ഞാൻ പുറത്ത് പോയി, എന്നിട്ട് ചോക്ലേറ്റ് വാങ്ങിട്ട് കഴിച്ചു. ഇതിപ്പോ അങ്ങനത്തെ എല്ലാം കുറച്ച് ഈസിയാണ്. അന്ന് എന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഫസ്റ്റ് നൈറ്റ് ആയി. ഗ്യാപ്പ് കിട്ടു. ഇല്ല, 2 പോയിന്റ്. ഇത് വന്നു. ആക്ച്വലി ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ പറഞ്ഞപ്പോ ഫസ്റ്റ് നൈറ്റ് ആയി എന്നാ പറഞ്ഞത്. സെന്റൻസ് കംപ്ലീറ്റ് ആയില്ല, അതുകൊണ്ട് എനിക്ക് 3 പോയിന്റ്. 3 പോയിന്റ് അല്ലേ? ഭാവിക്ക് 3 പോയിന്റ്. 2 പോയിന്റ് അല്ല 3. ഓക്കെ. ചീറ്റർ ഗൈസ്, ചീറ്റർ. ഓക്കെ. എനിക്ക് എന്റെ അമ്മ ഇഷ്ടമില്ല, പക്ഷെ എനിക്ക് എന്റെ വേറൊരു അമ്മേനെയാണ് ഇഷ്ടം. രണ്ടമ്മ. അവിടെ അമ്മയമ്മയുണ്ട്, ഇവിടെ അമ്മയമ്മയുണ്ട്, അവിടെ സ്വന്തം അമ്മയുണ്ട്. എനിക്ക് എന്റെ അമ്മ ഇഷ്ടമില്ല, പക്ഷെ എനിക്ക് ഇഷ്ടം അങ്ങനെ. പക്ഷെ എനിക്ക് അച്ഛൻ ഇഷ്ടം, അങ്ങനെ പറയണായിരുന്നു. ഇത് റോങ്. വേറെ അമ്മയാണ് എനിക്ക് ഇഷ്ടം. ഇല്ല, ഇത് മീനിങ്ഫുൾ ഇല്ല. അത് വിട്. അതാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് ജിം ചെയ്തു, വർക്കൗട്ട് ചെയ്തു. ഓക്കെ. ഞാൻ ബാത്റൂം പോയിട്ട് അപ്പിയിട്ടു, പക്ഷേ വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. അതാണ് എപ്പോഴും മറക്കും. എപ്പോഴും അപ്പിട്ടിട്ട് വെള്ളം ഒഴിക്കാണ്ട് വരും. സാരമില്ല, ഭർത്താവല്ലേ, ക്ലീൻ ആക്കി. എനിക്ക് എന്റെ ഭാര്യയെ ഇഷ്ടമല്ലാത്തത് കൊണ്ട്
ഞാൻ അമ്മനെ ഇഷ്ടപ്പെടുന്നു. അയ്യേ അതെ അതെ. ഭാര്യനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അമ്മനെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ ഓക്കെ. എന്റെ ഭാര്യ എന്റെ ഡ്രസ്സിന് വാഷ് ശരിയാക്കുന്നില്ല. പക്ഷെ ഞാൻ തന്നെ അത് ഒറ്റയ്ക്ക് കഴുകാറാണ് പതിവ്. എനിക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയാൽ അപ്പ തന്നെ അപ്പി വരും. അയ്യേ അപ്പി നല്ല ചിന്ത വേറെ ഒന്നുമില്ല. അപ്പിനെ ചിന്തയില്ല. അപ്പൊ നോക്കിയാലോ. ശരി ആദ്യം വാ ആദ്യം വാ. ഇല്ല പോയി. ഇല്ല പോയില്ല. എപ്പോഴും ഞാൻ പുറത്ത് പോപ്പോ അപ്പി വരും. ശരി ആദ്യം വാ ആദ്യം വാ. ആദ്യം വരാം ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ആദ്യം 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 തോറ്റു പോവേ. ഇല്ല അത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞതാ. എന്താ ഹ്യൂമനിൽ അത് കോമൺ അല്ലേ? അത് ഇല്ലാത്ത ജീവമുണ്ടോ? ഉണ്ട്. എങ്ങനെ ഇടാത്ത ദേവട്ടൊക്കെ 2 ദിവസം ഫുഡ് കളിക്കാൻ പറ്റുമോ? മതി. ആ അപ്പിക്കുട്ടി. ഞാൻ എപ്പോഴും പുറത്തു പോയാൽ അപ്പ തന്നെ പോയി 4 പോയിന്റ്. എന്തൊക്കെ പറയാ, ഞാൻ പുറത്ത് അപ്പൊ തന്നെ ചോക്ലേറ്റ് വാങ്ങി കഴിക്കും, അപ്പൊ തന്നെ ഞാൻ കൊടയെടുക്കും, അപ്പൊ തന്നെ എന്തൊക്കെ പറയാ. ഓക്കെ ഓക്കെ. എന്റെ ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും വാങ്ങിയെടുക്കും. എന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. എനിക്ക് തന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അയ്യടാ വിട്ടു. ഒന്നും കിട്ടുന്നില്ലേ? ഞാൻ വിട്ടു ഗൈസ്. ഞാൻ ജയിച്ചു. ഞാൻ വിട്ടു ഗൈസ്. ചെറിയ മക്കള് നമുക്ക് തോപ്പിക്കണം. അവർ മുന്നിൽ നമ്മൾ തോപ്പിച്ചിട്ട് അവർ സന്തോഷം ഉണ്ടല്ലേ നമ്മൾ അതാണ് എന്റെ വിജയം. അതെയാ? അടിക്കട്ടെ. അടിയുള്ള വിജയം ഇപ്പൊ മാറിക്കോളൂ. ശരി അടിച്ചോ അടിച്ചോ. കുഞ്ഞി ഉണ്ടല്ലോ, ആ കുഞ്ഞി മനസ്സ് നോക്കുന്നത് ഗൈസ്. എന്തൊരു മനസ്സ്. സന്തോഷം ഗൈസ്. എനിക്ക് അടിക്കാൻ എത്ര സന്തോഷം. ആ സന്തോഷല്ലേ കാണണ്ടേ അവിടെ. അടിക്കട്ടെ ഫ്രണ്ട്സ്, അടിക്കട്ടെ. അടിച്ചോ. അല്ല വേണ്ട. ഇപ്പൊ ഞാനാണ് തോറ്റെങ്കിൽ പൊട്ടട്ടി ഇവിടെ ഒന്ന്. സന്തോഷം നോക്ക് ഗൈസ്. ഇത് നല്ല അടിക്കാം. കണ്ട അച്ചിരി കണ്ട. Sorry guys, I enjoyed this game. നല്ലൊരു ഗെയിം ആയിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു, അതോടൊപ്പം നിങ്ങളും എൻജോയ് ചെയ്ത് നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വ്ളോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. മലയാളീസ് വെയിറ്റ് ചെയ്ത് കാണുക. Until then, stay tuned. Bye.